ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണത്തിന്റെ 7ാം ദിവസമാണ് മൂലം. ഓണത്തിന് 2 നാൾ മാത്രം ബാക്കി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. മൂലം നാളിൽ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പളങ്ങ വെച്ചൊരു പ്രഥമൻ പായസമാണ്. അതെങ്ങനെ എളുപ്പത്തിൽ വീടുകളിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. കപ്പളങ്ങ പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് 750 ഗ്രാം കപ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് നമ്മളൊന്ന് കുക്കറിലൊന്ന് ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ തന്നെ ഒരു ഓട്ടൂരിൽ വെച്ചിട്ടുണ്ട് പായസം ഉണ്ടാക്കാനായി. ഇപ്പോൾ നമ്മൾ ഓട്ടൂരിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു 100 ഗ്രാം നെയ്യാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 750 ഗ്രാം കപ്പളങ്ങയാണ് വേവിക്കാൻ വെച്ചാണ്. നെയ്യ് ചൂടായി. ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കേണ്ടതുണ്ട്. കപ്പളങ്ങ പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ അടപ്രഥമൻ വയ്ക്കില്ലേ, അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അതേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നെയ്ക്കകത്തിട്ട് തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ആഡ് ചെയ്യാം. ഇത് 10 ഗ്രാം കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് അടിക്കണേ, അതുകൊണ്ടാണ് നമ്മൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്നത്. കാഷ്നട്ടും ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ആഡ് ചെയ്യാം. ഈ മുന്തിരി ഇല്ലാത്ത ഒരു കറുത്ത മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. കറുത്ത മുന്തിരി പ്രഥമം വെച്ച അടിപൊളിയാണ്. ഇതിനെയും കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു പാനിലേക്ക് കോരി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കപ്പളങ്ങ പായസത്തിനായിട്ട് ഞാൻ നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി കപ്പളങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് കുക്കറിൽ വേവിച്ചതാണ്. ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇവനെ നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ഇത് നന്നായിട്ട് നെയ്യിൽ കിടന്ന് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആവണം. അപ്പം അതുവരെ നന്നായിട്ട് ഇതിനെ വരട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പളങ്ങ നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ട്. ഉരുളിക്കകത്ത് കിടന്ന് ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1.5 ഉണ്ട ശർക്കര, ചെറിയ ശർക്കരയാണ്, കറുത്ത ശർക്കര എടുക്കണം. എടുത്ത് നന്നായിട്ട് ഉരുക്കി നല്ല കുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓരോന്ന് 2 തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഞാനൊരു 3 തവി ഒഴിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇത് 2ാം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1.5 തേങ്ങയാണ് നമ്മൾ. അതിൻ്റെ പാലും 1ാം പാലും 2ാം പാലും വേർതിരിച്ചെടുത്തേക്കണെയാണ്. ഇത് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം 2ാം പാൽ ഒഴിച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മൂലം നാളാണല്ലോ. അപ്പോൾ മൂലം നാളുകളിൽ ഒന്ന് പൂക്കളമൊക്കെ കളർഫുള്ളായിരിക്കണം വീടുകളിൽ. അതുപോലെ തന്നെ ഇന്ന് ആൾക്കാരൊക്കെ കടകളിൽ പോയി പർച്ചേസ് ചെയ്യാനുള്ള ദിവസമാണ്. പച്ചക്കറി ആയാലും പലചരക്കായാലും എല്ലാം ഇന്ന് കടകളിൽ പോയി പർച്ചേസ് ചെയ്യണം. അതുപോലെ നമ്മുടെ അത്തപ്പൂക്കളം ഇന്ന് പല കളറുകളായാലും പൂക്കളായാലും നിറഞ്ഞിരിക്കണം. അതൊക്കെയാണ് ഇന്ന് മൂലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ. അപ്പോൾ നമ്മുടെ പായസം ആദ്യം 1ാം പാൽ ഒഴിക്കാറായിട്ടുണ്ട്. നമുക്ക് 1ാം പാലിലേക്ക് കിടക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പായസം 2ാം പാൽ ഒഴിച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1ാം പാൽ നല്ല തിക്കൻസ് ആയിട്ട് എടുക്കണ്ടേ, നല്ല കുറുകി എടുത്ത പാലാണ് 1ാം പാൽ.
ഒന്നാം പാല് നമുക്ക് മൊത്തം ഒഴിച്ചു കൊടുക്കേണ്ട വരികയില്ല, നമുക്ക് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഞാനൊരു 3 തവി 3-3.5 തവി എടുത്തിട്ടുണ്ട്. ഇത് 1.5 മുറി തേങ്ങയുടെ പാലാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1.5 മുറി തേങ്ങ അതിനകത്ത് ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം അതിനകത്ത് ഉൾപ്പെടും. അതാണ് നല്ല കുറുകിയാണ് പായസം ഇരിക്കുന്നത്. നമ്മുടെ അടപ്രഥം വയ്ക്കുന്ന അതേ ടേസ്റ്റാണ് കപ്പളങ്ങ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ. നിങ്ങൾ വീടുകളിൽ പോയി പരീക്ഷിക്കണം. ഈ ഓണത്തിനും തിരുവോണത്തിനും ഉത്രാടത്തിനും ചതയത്തിനും എല്ലാത്തിലും ഈ പായസം പരീക്ഷിക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. സദ്യക്കും വിശേഷ ദിവസങ്ങളിലൊക്കെ ഒരു വെറൈറ്റി ചിന്തിക്കേണ്ട എല്ലാവരും. അപ്പോൾ ഈ പായസത്തെ ഓണത്തിന് കപ്പളങ്ങ പായസം ആയാലോ. ചുക്കും ജീരകവും ഏലക്കയും കൂടി ഒന്നിച്ച് പൊടിച്ചതാണ്. ഇത് നമുക്കൊരു നുള്ള് ഇട്ട് കൊടുക്കാം. ഇത് അധികം ചേരേണ്ടത് ആവശ്യമില്ല. അപ്പോൾ കപ്പളങ്ങ പായസം ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അതിൽ. അപ്പോൾ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര നോക്കി മേടിക്കണം. അപ്പോഴാണ് നമ്മുടെ പായസം ഉഷാറാവുള്ളൂ. നമ്മുടെ കപ്പളങ്ങ പായസം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം ഒരു സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കപ്പളങ്ങയുടെ അതേ രുചിയും അതേ ഫ്ലേവറുമാണ്. നിങ്ങൾ വീടുകളിൽ പോയി ഈ ഓണത്തിന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, പരീക്ഷിക്കണം. അഭിപ്രായം നമ്മുടെ ഗുഡ്വിൽ പാചകത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓണത്തോടനുബന്ധിച്ച് ഞങ്ങൾ 10 ദിവസത്തെ ഒരു പായസമേളയുടെ ഒരു വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പല വീഡിയോസും ഉണ്ട് പായസത്തിൻ്റെ. അതൊക്കെ നിങ്ങൾ പോയി നോക്കി പാചകം ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം ഞങ്ങളുടെ ഗുഡ്വിൽ പാചകത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ കപ്പളങ്ങ പ്രഥമൻ പായസം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ടും മുന്തിരിയും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുന്നേ വറുത്ത കാഷ്നട്ടും കിസ്മിസും തേങ്ങാക്കൊത്തും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കപ്പളങ്ങ പ്രഥമൻ പായസത്തിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ ലേശം ഉപ്പോടെ ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ ലാസ്റ്റാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കളർഫുൾ കിട്ടാൻ വേണ്ടിയിട്ട് വെളുത്ത എള്ള് ഒരു പിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് പായസം. അപ്പോൾ വെളുത്തില്ലെങ്കിൽ കറുപ്പ് ഇട്ടാലും മതി. അങ്ങനെ നമ്മുടെ കപ്പളങ്ങ പായസം റെഡിയായിരിക്കുകയാണ്. ഓണത്തിന് ഇനി അധികം നാളുകളില്ല. മൂലം ദിനത്തിൽ ഞാനുണ്ടാക്കിയ കപ്പളങ്ങ പായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉത്രാട ദിനത്തിൽ ഓണം ഗംഭീരമാക്കാൻ ഞാൻ വരുന്നതാണ്.